മാപ്രകളുടെ ഇലക്ഷൻ കാല ചെറ്റക്കൃഷിക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ അഡ്വക്കേറ്റ് ലാൽകുമാർ കൊടുത്ത മറുപടി ഒരു രക്ഷയില്ല എന്ന് പറയേണ്ടി വരികയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചാനൽ കൃഷിക്കിറങ്ങുന്ന അവതാരങ്ങൾക്കും ഒപ്പം തന്നെ കോൺഗ്രസ് സംഘപരിവാറുകാർക്കും കൊടുക്കാൻ പറ്റിയ ഇതിനേക്കാൾ മികച്ച മറുപടി ഇല്ലെന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് സുധാകരൻ പോകുമ്പോൾ അത് ചതിപ്രയോഗവും, സരിനെ സ്വീകരിക്കുമ്പോൾ അത് മഹത്തായ വിപ്ലവകരമായ പുരോഗമന പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ആ മാനദണ്ഡം അംഗീകരിക്കാൻ പറ്റില്ലെന്നേ. നോക്കൂ, കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട ഏറ്റവും വലിയ കൂറുമാറ്റം ഏതാണ്? ഞാൻ കണ്ടിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ കൂറുമാറ്റം BJP-യിലേക്ക് പോയ പത്മജ വേണുഗോപാലിന്റെ കൂറുമാറ്റമായിരുന്നു. അവര് BJP-യിൽ ചേർന്നപ്പം അവർ ഈ പറയുന്ന ചതി എന്നൊന്നുമല്ല കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചത്. അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് യൂത്ത് കോൺഗ്രസിൽ ഇല്ല. അന്ന് പൊളിറ്റിക്കൽ തന്ത, ബയോളജിക്കൽ തന്ത വലിയ ഡെഫിനേഷനുകൾ ഈ നാട്ടിൽ നടത്തി. നമ്മൾ കേട്ടതാ. ചെറ്റത്തരമൊന്നും പോലും അല്ല പറഞ്ഞത്, അതിനെക്കാട്ടിലൊക്കെ മേളിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സരിനെയും സുധാകരനെയും തമ്മിൽ അനാലജി ഡ്രോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ. ഏത് ലെവലിലുള്ള ഒരു സ്കെയിലുള്ള ഒരു ലീഡറാണ് പോകുന്നതെന്നുള്ളതാണ്. സരിൻ ഇപ്പുറത്ത് വന്നു, സ്വീകരിച്ചു. നിങ്ങൾക്ക് അദ്ദേഹം ചതിയെന്ന് നിങ്ങൾ പറയാതിരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ചതിയെന്ന് തന്നെ അയാളെ വിളിക്കുന്നത്. എനിക്കതിനകത്ത് സംശയമില്ല. പക്ഷെ കുഴപ്പം ഇതിനകത്ത് എന്താണെന്നറിയോ? ഉമ്മൻചാണ്ടിയുടെ മകൻ നാളെ അപ്പുറത്ത് വരിക, അല്ലെങ്കിൽ മറ്റൊരാൾ അപ്പുറത്ത് വരികയാണെങ്കിൽ നിങ്ങൾ ഒരേ ഡെഫിനേഷൻ കൊടുക്കുവോ? കൊടുക്കില്ല. കാര്യം ആ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് മൊത്തം വളർന്ന് മൊത്തം നേടിയെടുത്ത ശേഷം അപ്പുറത്ത് പോകുന്ന ഒരാളെ, രമേശ് ചെന്നിത്തല അപ്പുറത്ത് പോവാ, VD സതീശൻ BJP പോവാ, നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറയാൻ പോകുന്ന അയാളെ ചതിയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അന്ന് നിങ്ങൾ വിളിക്കാൻ പോകുന്നത് ചെറ്റത്തരം തന്നെയാണ്. ഞങ്ങൾ ഇത് അതാ പറഞ്ഞു, ചെറ്റത്തരം എന്നുള്ളൊരു വാക്ക് വലിയ വാക്കാക്കി. പക്ഷെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയെ കുറിച്ചും ഡിസ്റ്റിങ്ഷൻ നടത്തി. അയാൾക്കെതിരെ ഒരു അക്ഷരം അന്ന് KPCC പ്രസിഡന്റ് മിണ്ടാതെ, അന്ന് അണ്ണാക്കി പീ വെട്ടിരിക്കുകയായിരുന്നു KPCC പ്രസിഡന്റിനെ. മിണ്ടാൻ പറ്റിയില്ല. അവരാണ് ക്ലാസ് എടുക്കുന്നത്. നോക്കൂ, സുധാകരൻ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെറ്റാന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെറ്റാന്ന് വിളിച്ചു. ഒരു കോൺഗ്രസ് നേതാവ്, മുതിർന്ന നേതാവിനും ആർക്കും തിരുത്തണ്ടായിരുന്നു. ഇപ്പൊ കായംകുളത്ത് ആരും അറിയാത്തൊരു നേതാവ് പറഞ്ഞപ്പോഴത്തേനും വലിയ നടപടി എടുക്കുന്നു. നിങ്ങൾ ആരും അയാൾ അറിയാത്തത് കൊണ്ടും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടും മാത്രം നിങ്ങൾ നിലപാടെടുത്താണ്. അതല്ലെങ്കിൽ സുധാകരന്റെ അന്നത്തെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നിങ്ങളുടെ യഥാർത്ഥ നിലപാടാണെങ്കിൽ നിങ്ങൾ സുധാകരനെ അന്ന് തള്ളിക്കളയണ്ടേ? സുധാകരനെ തള്ളിയാണ്ടല്ലോ നിങ്ങളെ കുനിച്ചേർത്തി അവർ ഇടിക്കും. അതാണ്, അത്രേ ഉള്ളൂ. വാർത്ത എന്ന പേരിൽ ചെറ്റത്തരം കാണിക്കുന്ന ചെറ്റകൾക്ക് ഇതിനേക്കാൾ മികച്ച മറുപടി ഇല്ല തന്നെ. ഇങ്ങനെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ഇന്നലകളിൽ ചെറ്റയെന്നും കൊടിച്ചിപ്പട്ടിയെന്നൊക്കെ കേൾക്കുമ്പോൾ കുരു പൊട്ടാത്ത മാപ്രകൾ, അത് കേട്ടിട്ടും കേട്ടില്ലെന്ന് നടിച്ചവർ, സുധാകരൻ എന്ന രാഷ്ട്രീയ ചെറ്റയെ ന്യായീകരിക്കാൻ വേണ്ടി, രാഷ്ട്രീയ ചെറ്റത്തരത്തെ മുഖ്യമന്ത്രി തുറന്നു കാട്ടാൻ വേണ്ടി പറഞ്ഞ വാചകത്തെ ചെറ്റയെന്നാക്കി മാറ്റി മുഖ്യമന്ത്രിക്കെതിരെ ജനവികാരം സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിന് ഇത്ര ഗംഭീരമായി മറുപടി കൊടുത്ത ലാൽകുമാറിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായി പങ്കെടുക്കുന്നവർ പലപ്പോഴും രാഷ്ട്രീയ മര്യാദയുടെ പേരിലും അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിൽ പുലർത്തേണ്ട മാന്യതയും മുൻനിർത്തിക്കൊണ്ട് പല കാര്യങ്ങളും ഇവർ പറയാറുള്ള പല ചെറ്റത്തരത്തിനും അതേ നാണയത്തിലുള്ള ചെറ്റ മറുപടി കൊടുക്കാതെ അവർ ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം പാർട്ടി പ്രതിനിധിയല്ല, സഹയാത്രികൻ എന്ന് ചാനലുകാർ ലേബൽ കൊടുത്ത അനുഭാവിയായിട്ടുള്ള വ്യക്തിയെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടി പ്രതിനിധികൾ പുലർത്തുന്ന അതേ മര്യാദ കാട്ടേണ്ട ഉത്തരവാദിത്തമില്ല. പറയേണ്ടതുപോലെ പറയും. അത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്യും. അതുകൊണ്ടാണ് മറുപടി പകുതി എത്തിയപ്പോൾ മുതൽ മൂട്ടിൽ തീ പിടിച്ച സ്മൃതി പരുത്തിക്കാട് ശരി 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 എന്ന രീതിയിൽ ഇടപെടാൻ പരിശ്രമിച്ചത്. പക്ഷെ മറുപടി ആ ചെറ്റ കൃഷിക്കാർക്കെല്ലാം കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. അവരുടെ പ്രചരണത്തിൻ്റെ മൊനയൊടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.